ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബുട്ടീക്, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ പത്തനംതിട്ട ജില്ല സംസ്ഥാനത്തിന് വഴികാട്ടിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ പ്രാദേശിക തൊഴിൽ ജില്ലാതല ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനം അടൂർ സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ച് പാരിഷ് ഹാൾ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന മുദ്രാവാക്യമുയർത്തി എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വിജ്ഞാന കേരളത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പയിൻ, അതിൽ ആദ്യം ലക്ഷ്യം കൈവരിച്ച ജില്ലയായി പത്തനംതിട്ട ജില്ല മാറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രഖ്യാപനം, ആ ലക്ഷ്യം കൈവരിച്ചതിൻ്റെ ആഘോഷ ചടങ്ങ് വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഏപ്രിലിലാണ് പത്തനംതിട്ടയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഓഗസ്റ്റ് 30 ആയപ്പോഴേക്കും നാം കൈവരിച്ചത് 5286 പ്ലേസ്മെൻറ്റുകളാണ്. ലക്ഷ്യമിട്ടിരുന്നത് 5000 5000 എന്ന ലക്ഷ്യം മറികടന്ന് 5286 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. വിജ്ഞാന കേരളം പരീക്ഷണത്തിന്റെ തുടക്കം വിജ്ഞാന പത്തനംതിട്ടയാണ്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, വിജ്ഞാന കേരളം, ജില്ലാ ഭരണകൂടം എന്നിവയുടെ ഏകോപനത്തിലൂടെ 5286 പേർക്ക് തൊഴിൽ നൽകി. 975 സ്ഥാപനങ്ങളിലായി 8049 തൊഴിലുകൾ കണ്ടെത്തി. പ്രാദേശിക തലത്തിൽ തൊഴിൽ നൽകാനായി വിജ്ഞാന കേരളത്തിലൂടെ മൈക്രോ, മെഗാ തൊഴിൽ മേളകളും സംഘടിപ്പിക്കുന്നു. അയൽക്കൂട്ടാടിസ്ഥാനത്തിൽ തൊഴിൽ കണ്ടെത്തി വിജ്ഞാന കേരളത്തിലൂടെ നൈപുണ്യ പരിശീലനം നൽകുന്നു. സമഗ്രവും ചിട്ടയോടെയുള്ളതും ആസൂത്രിതവുമായ പ്രവർത്തനമാണ് കുടുംബശ്രീ നടത്തുന്നതെന്നും സ്ത്രീ ഉന്നമനത്തിന് പുറമെ കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലൂടെ സാമൂഹ്യ സമ്പദ്ഘടനയിൽ വലിയ മാറ്റമാണ് വിജ്ഞാന കേരളത്തിലൂടെ ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക തലത്തിൽ തൊഴിൽ കണ്ടെത്തി നൽകുന്ന ബൃഹത്തായ പദ്ധതിയായ വിജ്ഞാന കേരളം മാറിയെന്ന് അധ്യക്ഷത വഹിച്ച മാത്യു തോമസ് MLA അഭിപ്രായപ്പെട്ടു. കോൺക്ലേവിന്റെ തുടർച്ചയായി വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ എന്ന ആശയം ഫലകരമായി പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച് ഇന്ന് വിജ്ഞാന കേരളം തൊഴിൽ ക്യാമ്പയിനായി ഇത് മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ആനുപാതികമായി നമ്മൾ നമ്മുടെ ജില്ലയിൽ ആ ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെയും വിജ്ഞാന പത്തനംതിട്ടയുടെയും വിജ്ഞാന കേരളയുടെയും ഒക്കെ ആശയം രൂപപ്പെട്ടത് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ മനസ്സിലാണ്. നൂതനമായ നിരവധി ആശയങ്ങൾ കേരളത്തിൽ ഫലകരമായി നടപ്പാക്കിയതിൻ്റെ പൈതൃകം അദ്ദേഹത്തിനുണ്ട് എന്നത്. പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച സംരംഭം സംസ്ഥാനമൊട്ടാകെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിൽ നൽകിയ CDSകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പ്രമോദ് നാരായണൻ MLA നിർവഹിച്ചു. കുടുംബശ്രീയുടെ കൃത്യമായ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനമാണ് ലക്ഷ്യം കൈവരിക്കാൻ സഹായിച്ചതെന്ന് ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ പറഞ്ഞു. ചടങ്ങിൽ സേവനശ്രീ ലോഗോ പ്രകാശനം കളക്ടർ നിർവഹിച്ചു. പ്രാദേശിക തൊഴിൽ രേഖ പ്രകാശനവും മുഖ്യപ്രഭാഷണവും വിജ്ഞാന കേരളം സ്റ്റേറ്റ് അഡ്വൈസർ ഡോക്ടർ TM തോമസ് ഐസക് നടത്തി. വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച CDS, ADS, അയൽക്കൂട്ടം, ഓക്സിലറി ഗ്രൂപ്പ്, GRC, സംരംഭക ഗ്രൂപ്പ്, വ്യക്തിഗത സംരംഭക ഗ്രൂപ്പ്, ബഡ്സ്, BRC എന്നിവയുടെ അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, അംഗം ജിജി മാത്യു, അടൂർ നഗരസഭാ ചെയർപേഴ്സൺ മഹേഷ് കുമാർ, പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ BS അനീഷ് മോൻ, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരായ PS മോഹനൻ, S രാജേന്ദ്ര പ്രസാദ്, സുശീല കുഞ്ഞമ്മക്കുറുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ S ആദില, പന്തളം MERC ചെയർപേഴ്സൺ രാജീവ് പ്രസാദ്, അടൂർ LIC ഡെവലപ്മെന്റ് ഓഫീസർ CS ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ.